അടുക്കളയിൽ ഉൾപ്പെടെ വെള്ളം കയറി ചെല്ലുന്ന ഒരു സാഹചര്യം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനമാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു മഴ പെയ്യാനും കൊച്ചി നഗരത്തെ മുക്കാനും ഇടയാക്കിയത് എന്നൊരു വിലയിരുത്തലാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത്. പക്ഷേ എത്ര മഴ പെയ്താലും ഈ വെള്ളമൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല നഗരത്തിൽ നിന്നും എന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനങ്ങളൊക്കെ തന്നെ പലപ്പോഴായി വരുന്നതാണെങ്കിലും നടപടികളൊന്നും തന്നെ ജില്ലാ ഭരണകൂടം ഒന്നും കൈക്കൊള്ളുന്നില്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. ഈ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് നമ്മൾ മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. പലയിടങ്ങളിലും നമുക്ക് ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ മേഘവിസ്ഫോടനത്തിലൂടെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ളൊരു മേഘവിസ്ഫോടനം ആണോ ഇവിടെ കൊച്ചിയിൽ ഉണ്ടായത് എന്നൊരു സംശയം തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധരുമുള്ളത്. ഏതാണ്ട് ഏറെക്കുറെ അവർ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകും, ഇടിയും മിന്നലും ഉണ്ടാകും. ആ മേഖല ഒന്നാകെ പ്രളയത്തിലാവുകയും ചെയ്യും. മണിക്കൂറിൽ 100 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ ഉണ്ടായത് മേഘവിസ്ഫോടനം തന്നെയാണ്. ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇതിൽ ഏറ്റവും വലിപ്പമേറിയതാണ് ക്യുമുലോ നിംബസ് മഴമേഘങ്ങൾ. മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത് കുമുലോ നിംബസ് ആണ്. ഈ മേഘങ്ങൾ ഭൂമിയിൽ നിന്ന് 15 കിലോമീറ്റർ വരെ ഉയരത്തിലെത്താം. എന്നാൽ എല്ലാ കുമുലോ നിംബസ് മേഘങ്ങളും മേഘവിസ്ഫോടനം ഉണ്ടാക്കില്ല. കുമുലോ നിംബസിൽ ശക്തിയേറിയ വായുപ്രവാഹം ഉണ്ടാകും. ഇത് ചാംക്രമണ രീതിയിലേക്ക് മാറുന്നു, പിന്നെ നടുഭാഗത്തു നിന്ന് മുകളിലേക്ക് ഉയരുന്നു. തൽഫലമായി മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. രൂപം കൊള്ളുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും കൂടുതൽ ഈർപ്പം വഹിക്കുന്ന മേഘങ്ങളാവാം ഇവ. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലെ താപനില 40 മുതൽ 60 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വാഭാവികമായും ഈർപ്പം മഞ്ഞുകണങ്ങളായി മാറുന്നു. മുകളിലേക്ക് ഉയരുന്ന വായുപ്രവാഹം ശമിക്കുന്നതോടെ ഗുരുത്വാകർഷണം മഞ്ഞുകണങ്ങളെ താഴേക്ക് വലിക്കുന്നു. വലിയ മഞ്ഞുകണങ്ങൾ ചെറിയ കണങ്ങളാകുന്നു. ഭൂമിയോടടുക്കുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ ഇവ മഴത്തുള്ളികളാകുന്നു. ശക്തമായ പേമാരിയായി മണ്ണിൽ പതിക്കുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.